ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ശ്വേത സതീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൊള്ളണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ എപ്പോഴും ഈ ഒരു സൈഡ് മാത്രം കാണിക്കുന്നത്, ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഇല വീഴുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ ഭാഗം മാത്രമേ വൃത്തിയാക്കാനുള്ളൊരു, പിന്നെ അടിച്ചു വാരുമ്പോൾ കുറച്ച് പേടിയുണ്ട്, കാരണം കുറച്ച് വഴുക്കും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര പേടിയാണ് ഈ ഒരു സൈഡ് അടിച്ചു വാരുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു കുഞ്ഞ് ഡേ മൈ ലൈഫ് പോലെ എടുക്കാം. എവിടെ വരെ എത്തുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഉലുവ വെള്ളം ഡെയിലി കുടിക്കട്ടെ, വെള്ളം എപ്പോഴും കുടിക്കണേ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം പുട്ടാണ്. പുട്ടുണ്ടാക്കാനും എനിക്ക് ഏറ്റവും എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് അധികം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ പുട്ട് എന്തായാലും കാണും കേട്ടോ, കാരണം എപ്പോഴും ഞാൻ പുട്ടാണ് അധികം ഉണ്ടാക്കാറ്. പിന്നെ ചെറുപയർ കറി ഉണ്ടാക്കി കേട്ടോ. ചെറുപയർ കറി ഉണ്ടാക്കേണ്ടതെന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് ഞാനൊരു സിമ്പിളായിട്ട് ചെറുപയർ കറി ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ചെറുപയർ കറിയും പുട്ടും ആക്കിയിട്ട് ഞാൻ അവിടെ വെച്ചു കേട്ടോ. കാരണം ഇന്ന് എൻ്റെ ഒരു പീരീഡ്സ് ഡേ കൂടിയാണ്. അപ്പോൾ പീരീഡ്സ് ഡേക്ക് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. കാരണം അമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മ കൂടെ ഹെൽപ്പ് ചെയ്യണം. അച്ഛൻ എപ്പോഴും കൂടി ഇരിക്കാൻ പറ്റും, അച്ഛനും വർക്കിന് പോകണ്ടേ. അപ്പോൾ നമ്മളെ കാര്യം നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തല വാഷ് ചെയ്തിട്ടില്ല കേട്ടോ, മേലൊക്കെ കുളിച്ച് വന്നു, മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ പൂവിട്ടപ്പം അതൊന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെൻ്റെ അമ്മ നട്ട ഇതാണ്. എവിടുന്നോ ഒരു കഷ്ണം ഒരു തൈ കിട്ടി, അതവിടെ കൊണ്ടുവന്ന് നട്ടു കേട്ടോ. പിന്നെ ആളെ ഞാൻ ഒന്ന് പുറത്തിറക്കി കേട്ടോ. പുറത്തിറക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാരണം എന്താ, ആളുടെ അസുഖം മാറുമ്പോഴത്തേക്ക് ആളുടെ തനി സ്വഭാവം വീണ്ടും എടുക്കാൻ തുടങ്ങി. അവിടെ ഇവിടെയും പോയിട്ട് പച്ചപ്പുല്ലും വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇടുന്ന കച്ചറകളൊക്കെ തിന്നാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു കുട്ടീനെ നോക്കുന്ന പോലെ നമ്മൾ നോക്കണ്ട. ഇത് ഞാൻ കെട്ടിയിടുന്നത്, നമ്മൾ വന്ന് ചാടി കയറുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട് കൈ കെട്ടി നിന്നാൽ പിന്നെ അവർ നമ്മളെ മേക്ക് ചാടി കയറില്ല കേട്ടോ. ഞാനൊരു വീഡിയോ കണ്ടിട്ട് പരീക്ഷിച്ച് നോക്കി, അപ്പോൾ അത് സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇതാ പിന്നെ അവിടെ ഇങ്ങനെ അച്ഛൻ്റെ മൂല വരുതി എന്ന് വിളിക്കുക, കാരണം ആടെ ഇടും പോയിട്ട് ഇങ്ങനെ മാന്തി ഓരോന്ന് തിന്നു കേട്ടോ. അതാണ് അങ്ങനെ. അപ്പോൾ ഞാനവനെ പേടിപ്പിച്ചതാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. അങ്ങനെ ഞാൻ നേരെ അകത്ത് ഇത് പിന്നെ ഞാൻ എസ്പെഷ്യൽ എൻ്റെ വീഡിയോയിലെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ ആൾ. പിന്നെ തുടക്കൽ കാര്യങ്ങളൊക്കെ പീരീഡ്സ് ഡേ കഴിഞ്ഞിട്ട് ഒരു 3 days കഴിഞ്ഞിട്ട് ഞാൻ തുടക്കാറുള്ളൂ കേട്ടോ. എന്നാലും എനിക്ക് പൂജാമുറീൻ്റെ ആ സൈഡിൻ്റെ ഒരു ഭാഗം പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പുറത്തുനിന്ന് സോഫയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി. കാരണം എന്താ, നമ്മളെ വില്ലനില്ലേ, എൻ്റെ എല്ലാ സോഫേൻ്റെയും ബാക്ക് സൈഡിൻ്റെ അപ്പുറത്തെ സോഫേൻ്റെയും ഇപ്പുറത്തെ സോഫേൻ്റെയും ഒക്കെ പോയിട്ട് സോഫേൻ്റെ കാല്, അതേപോലെ സോഫേൻ്റെ പഞ്ഞി നല്ല സോഫ്റ്റാണല്ലോ കുഷ്യൻ, അതൊക്കെ പറിച്ചിട്ടു. പിന്നെ ഇത് കണ്ടോ, നെറ്റിപ്പട്ടം, അതെൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേക്ക് ലാസ്റ്റ് അമ്മ മരിക്കുന്ന ആ ഒരു വർഷത്തെ ആ സമയത്ത് എനിക്ക് തന്നെ എടുത്താൽ ആളിപ്പോൾ ഈ ഒരു മൂലക്ക് ചങ്ങലൊക്കെ ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇപ്പം ചങ്ങലയൊക്കെ പ്രശ്നമില്ല കേട്ടോ, ആൾക്ക് ഇപ്പം ഭയങ്കരമായിട്ട് നിൽക്കും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പുറം ഇപ്പുറം 2 റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, വെട്ടക്കുറവുണ്ടാവേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെൻ്റെ ഒരു കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്വന്തം ബ്രദറിനെ പോലെ, എൻ്റെ സ്വന്തം സിസ്റ്ററെ പോലെ കാണുന്ന ഒരു പയ്യനുണ്ട് കേട്ടോ. ആൾ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ എൻ്റെയും എൻ്റെ ചേച്ചീൻ്റെ മൂത്ത മോനാണ്. പിന്നെ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മയും അച്ഛനും. ഇത് ഞങ്ങളുടെ ഫാമിലി, ചേച്ചിയും ഏട്ടനും. പിന്നെ ലാസ്റ്റിലത്തെ ഫോട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നെ കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ വലിയ കമ്പനിയില്ല. പിന്നെ ഇത് ലിയോയുടെ ഫുഡാണ് കേട്ടോ. ലിയോയുടെ എന്താണ് കൊടുക്കാറ്, മുട്ട ഇപ്പോൾ കൊടുക്കാറില്ല, കാരണം ലിയോക്ക് അലർജി പ്രശ്നമുള്ളതുകൊണ്ട് മുട്ട ഒഴിവാക്കി. അത് ക്യാരറ്റും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൊടുത്തിട്ട് വേവിച്ചാണ് കേട്ടോ. പിന്നെ മത്തി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പിന്നെ ലിയോക്ക് ഉണ്ടാക്കി കറി കിട്ടും. കണ്ണൂരുള്ളവർ ഈ മുറുക്ക് കഴിച്ചിട്ടുണ്ട്. രുചി എന്നുള്ള ബ്രാൻഡിൻ്റെ പാപ്പിനിശ്ശേരിയിലുള്ള ഒരു മുറുക്കാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഞളിപ്പ് പോലെയായിട്ട് ഭയങ്കര ഉറപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലാതെ അത് പിന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ഇതാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ്, കഴിക്കാം, അത്ര തന്നെ. എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കുറേ എന്താ പറയുക, ചില ആൾക്കാർ എന്തൊക്കെയോ ചേർത്ത് ഇതാക്കുകയൊക്കെ, പക്ഷെ ഒന്നുമില്ല, പക്ഷെ നല്ലതാണ്. പിന്നെ ഞാൻ ന്യൂസ് ഡെയിലി കാണും. അപ്പോൾ പീരീഡ്സ് ടൈം എനിക്ക് കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ, ഒരു സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.